അവർക്കുള്ള ഖൽബ് ചെറുപ്പമിൽ വെറും പാത്രമാ, നിറയ്ക്കുന്നതേതൊന്നും അതിൽ സ്വീകാര്യമാ. മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്റാ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എല്ലാ കുട്ടികളും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് സംശുദ്ധമായ ഹൃദയവുമായിട്ടാണ്. ഏറ്റവും മനോഹരമായ സംശുദ്ധമായ ഹൃദയവുമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഏതും മതത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണെങ്കിലും സംശുദ്ധമായ ഹൃദയത്തോടെയാണ് അവർ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഏത് തരത്തിലുള്ള സംസ്കാരങ്ങളെയും സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ് മക്കൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. എന്നാൽ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. അവൻ്റെ മാതാപിതാക്കളുണ്ടല്ലോ, ആ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഏറെ കാത്തിരുന്ന മാതാപിതാക്കൾ, ആ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത മാതാപിതാക്കൾ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മാതാപിതാക്കൾ, ആ കുഞ്ഞിന് വേണ്ടി ഊണില്ലാതെ ഉറക്കമില്ലാതെ രാപ്പകലുകൾ കഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, അവരെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ആ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നത്, ആ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവരാണ് ആ കുഞ്ഞിനെ നസ്റാനിയാക്കി മാറ്റുന്നത്. വ്യത്യസ്തങ്ങളായ സംസ്കാരത്തിൻ്റെ ഉടമകളാക്കിയ മക്കളെ മാറ്റുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാതാപിതാക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടേതായി മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ആരാൻ്റെ മക്കളായി മാറാൻ പാടില്ല. നമ്മുടെ മക്കൾ നാം പകർന്നു കൊടുക്കുന്ന നല്ല സ്വഭാവം ജീവിതത്തിൽ പകർത്തുന്ന നല്ല സ്വാലിഹായ മകനായി മകളായി മാറണ്ടയോ? നല്ല സംസ്കാരത്തിൻ്റെ ഉടമയായി വളരേണ്ടയോ? സത്യസന്ധനായി നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി മക്കൾ മാറണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ടോ? അവരോടായിട്ടാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മക്കൾ നന്നാവണോ? മക്കൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണോ? സംസ്കാര സമ്പന്നരായി മാറണോ? അതിനായി ആദ്യം ചെയ്യേണ്ടത് നാം നന്നാവുക എന്നതാണ്. നമ്മുടെ വീട്ടിൽ നല്ല അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. നമ്മൾ സംസ്കാര സമ്പന്നരാവുക എന്നതാണ്. നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവുക എന്നതാണ്. അതുകൊണ്ടല്ലാതെ നമ്മുടെ മക്കളെ നന്നാക്കാൻ കഴിയൂല. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ.